ഹലോ വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് KTU 2024 സ്കീമിന്റെ S4ECയുടെ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില് മൊഡ്യൂൾ 1 എന്ന് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, സോ മോസ്റ്റ് ലൈക്ലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുപോലെ മൊഡ്യൂൾ 1-നും മൊഡ്യൂൾ 2-നും മൊഡ്യൂൾ 3-നും മൊഡ്യൂൾ 4-നും എല്ലാം സെഷൻസ് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 1-നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം 8051-ന്റെ ഫണ്ടമെന്റൽസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. സോ അതിന്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം പ്രയോറിറ്റി കുറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. സോ അതിലെ ഓരോ ക്വസ്റ്റ്യൻസും ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ വരുന്നതിനനുസരിച്ച് അത് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതല്ല, സ്റ്റിൽ there are chances. ഓക്കെ, സോ നമ്മൾ പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ജസ്റ്റ് സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ജനറൽ ആർക്കിടെക്ചർ വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള ചെറിയൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ 8051-ന്റെ ഫീച്ചേഴ്സ്, ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ 8051-ന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ തന്നെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, പിന്നെ അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ, പിന്നെ 8051-ന്റെ മെമ്മറി ഓർഗനൈസേഷൻ, എങ്ങനെയാണ് റാമും റോമും 8051-ൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ആ മെമ്മറി യൂണിറ്റ്സിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് മെമ്മറി ഓർഗനൈസേഷനിൽ വരുന്നത്. അതിൽ തന്നെ രജിസ്റ്റർ ബാങ്കുകൾ, അതിന്റെ സെലക്ഷൻ, പിന്നെ സ്റ്റാക്ക് മെമ്മറി, ആ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് SFR എന്ന് പറയുന്നത് 21 SFR ഉണ്ട് 8051-ന്. ആ 21 SFRs ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ 4 മൊഡ്യൂൾ എടുക്കും. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ആ SFR ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ തിയറി സെഷനിലും അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1-ൽ നമ്മൾ SFR ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയതേ ഉള്ളൂ. അതിന്റെ ബേസിക് ഓരോ SFR-ന്റെയും ഫംഗ്ഷനാലിറ്റി വരുന്നത് വരും മൊഡ്യൂളുകളാണ്. പക്ഷെ അതിന്റെ അകത്ത് PSW എന്ന് പറയുന്ന SFR മാത്രം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ പോർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിന്റെ സ്ട്രക്ചർ എന്താണ്, കൂടാതെ ഇന്ററപ്റ്റ്. ഈ ഇന്ററപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവും, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവും. അപ്പൊ ഇന്ററപ്റ്റ് എന്താണ് എന്നുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇന്ററപ്റ്റിന്റെ സ്ട്രക്ചർ, ഇന്ററപ്റ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്, അതിന്റെ ബിറ്റ് പൊസിഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, കാരണം സംഭവം സെയിം ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ആർക്കിടെക്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇവര് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് 8051 മൈക്രോ കൺട്രോളർ, അല്ലെങ്കിൽ യൂസിംഗ് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ലിസ്റ്റ് ദ 8051 കമ്പോണൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ അകത്ത് അവർ ഉദ്ദേശിക്കുന്നത് 8051-ന്റെ ഇന്റേണൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ 8051 മൈക്രോ കൺട്രോളറിന്റെ അകത്ത് എന്തൊക്കെ കമ്പോണന്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് അവർ മെയിൻലി ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് 2 ആർക്കിടെക്ചർ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ജനറൽ ആർക്കിടെക്ചർ ആയിട്ട് ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്യാം, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്യാം. അപ്പൊ ഈ 2 ബ്ലോക്ക് ഡയഗ്രാംസും ചിലവർക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്താൽ, ഈ ആർക്കിടെക്ചർ ഡയഗ്രാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതില് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ അകത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ്, അതിന്റെ അകത്തുള്ള കമ്പോണന്റുകൾ എന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ചില കമ്പോണൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും 2 വാക്ക് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഇത് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും അൺഅറ്റൻഡ് ആയിട്ടിരിക്കുക ക്വസ്റ്റ്യൻ. സോ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്നത് നമുക്കറിയാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, CPU വരുന്നുണ്ട്, അതിനെ കൺട്രോൾ
ചെയ്യാനുള്ള ഓസിലേറ്റർ വരുന്നുണ്ട്, പിന്നെ ഇന്ററപ്റ്റ് മെക്കാനിസം വരുന്നുണ്ട്, പിന്നെ റോം, റാം, ടൈമേഴ്സ് ഉണ്ട്, സീരിയൽ പോർട്ട് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്, ബസ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്. ഇതൊക്കെ 8051 ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ വരുന്ന കമ്പോണൻസ് ആണ്. സോ ആ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിന്റെ ഫംഗ്ഷനാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത് ആർക്കിടെക്ചർ ഡയഗ്രം എന്ന് പറയുന്നത് ഇതിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എ രജിസ്റ്റർ, ബി രജിസ്റ്റർ, PSW എന്ന് പറയുന്ന രജിസ്റ്റർ, കൂടാതെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ, DPTR എന്ന് പറയുന്ന 16-bit രജിസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ 8051 സ്പെസിഫിക് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ഇത്. ഇതാണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ള 8051 ആർക്കിടെക്ചർ. പ്യുവർലി 8051 ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും ഇത് വരച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു ഷുവർ ഷോർട്ട് ക്വസ്റ്റിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ആ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു പോവുകയുള്ളൂ. ഓൾറെഡി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകളിലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലും കൊടുത്തിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ ഈ സെഷനിൽ നമ്മൾ ആൻസർ എക്സ്പ്ലനേഷൻ അല്ല, മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ടൈപ്പുകളും അതിന്റെ അകത്ത് എന്തൊക്കെ എഴുതി വെക്കണം എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിചാരിച്ചിരിക്കരുത്. സോ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. സോ അതിൻ്റെ അകത്ത് ഇന്റേണൽ ആർക്കിടെക്ചർ വരയ്ക്കുന്ന സമയത്ത് 8051 കുറച്ചും കൂടെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണിത്. അതിൻ്റെ അകത്ത് ALU രജിസ്റ്റേഴ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈൻ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തിയറി സെഷൻ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഓരോ സംഭവങ്ങളായിട്ട് ഓരോ ആൾക്കാരുടെ ഫംഗ്ഷനാലിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത്. സോ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുന്ന സമയത്ത് അതിന്റെ കമ്പോണൻസ് ആദ്യം എഴുതണം. അപ്പൊ 8051 കമ്പോണൻസ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതും? 8051 എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് റാം ഉണ്ട്, ഇന്റേണൽ ആയിട്ട് റോം ഉണ്ട്, അതിന്റെ സൈസുകൾ 128 bytes റാം, 4 KB ഓഫ് റോം, ഈ സൈസുകൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഇന്റേണൽ ആയിട്ട് എന്താണുള്ളത്? ഇന്റേണൽ ആയിട്ട് ALU ഉണ്ട്, ALU ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡുകൾ ഉണ്ട്, A രജിസ്റ്റർ, B രജിസ്റ്റർ ഉണ്ട്, ഇതെല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. In addition to that, there are 16-bit registers, program counters and DPTR. ഇത് രണ്ടും 16-bit registers ആണ്. സോ 16-bit അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ലൈൻസ് അതിന് വേണ്ടി വരച്ചിരിക്കുന്നത്. കൂടാതെ അതിന് പോർട്ടുകൾ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാനും പോർട്ടുകൾ ഉണ്ട്. 4 പോർട്ടുകൾ ഉണ്ട്, പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. അതിൻ്റെ അകത്ത് പോർട്ട് 1 അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് ഇല്ല, പോർട്ട് 0ക്കും പോർട്ട് 2നും പോർട്ട് 3നും ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം. കൂടാതെ പോർട്ടുകളുടെ കൂടെ എപ്പോഴും ലാച്ചസ് അസോസിയേറ്റഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റേനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ലാച്ചസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കിടെക്ചർ വരയ്ക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വിടണം. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്സ്. സോ ഇന്റേണൽ ആർക്കിടെക്ചർ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഈ 2 ബ്ലോക്ക് ഡയഗ്രത്തിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ, കമ്പോണൻസ് മെൻഷൻ ചെയ്യുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് റാം ഉണ്ട്, റോം ഉണ്ട്, അതിന്റെ സൈസുകൾ മെൻഷൻ ചെയ്യുക. പിന്നെ 2 ടൈമേഴ്സ് ഉണ്ട്. എന്തിനാ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്? ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 ടൈമേഴ്സ് ഉണ്ട്, 16-bit ടൈമേഴ്സ് ആണ്. പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സീരിയൽ പോർട്ട് ഉണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ട്. 8-bit പോർട്ടാണ്, 4 പോർട്ടുകൾ ഉണ്ട്. പിന്നെ ബസ് ഏത് റീഡ് സൈക്കിൾ റൈറ്റ് സൈക്കിൾ ഡിറ്റർമിൻ ചെയ്യാനുള്ള ബസ് കൺട്രോൾ മെക്കാനിസം, പിന്നെ CPU-നെ ക്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓസിലേറ്റർ, പിന്നെ ഇന്ററപ്റ്റ് മെക്കാനിസം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സൂപ്പർ ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് draw and explain the PSW of 8051 microcontroller. Program status word. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ആ ഫസ്റ്റ് മൊഡ്യൂളിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് PSW എന്ന് പറയുന്നത്. സോ ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സാമിന് ചോദിക്കും. സോ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ PSW ഓഫ് മൈക്രോ കൺട്രോളർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ PSW രജിസ്റ്റർ ഇൻ SFR ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ബിറ്റ്. സംഭവം ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. PSW വരയ്ക്കുക, PSW ഓരോ ബിറ്റുകളും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ PSW എന്ന് പറയുന്ന ഒരു 8-bit സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. അതിന്റെ സ്ട്രക്ചർ ഇതാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ക്യാരി ഫ്ലാഗ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ് ഉണ്ട്, രജിസ്റ്റർ സെലക്ട് ഫ്ലാഗ് ഉണ്ട്, ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷനാലിറ്റി
കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാരി ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആവുന്നത്? ക്യാരി ഉണ്ടാവുമ്പോൾ. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആവുന്നത്? ഓക്സിലറി ക്യാരി ഉണ്ടാവുമ്പോൾ. യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ് യൂസർ പ്രോഗ്രാമർ സെറ്റ് ചെയ്യുന്നതാണ്. ഈ രജിസ്റ്റർ ബാങ്ക് സെലക്ഷൻ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? 8051 ഇന്റേണൽ റാമിലുള്ള ഫസ്റ്റ് 32 ലൊക്കേഷൻസിലുള്ള 4 രജിസ്റ്റർ ബാങ്കുകളെ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ബാങ്കുകൾ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ബിറ്റ്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓവർഫ്ലോ, സൈൻഡ് ഓപ്പറേഷനിൽ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ സെറ്റ് ആവുന്ന ഫ്ലാഗ്, ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പാരിറ്റി ചെക്ക് ചെയ്യുന്ന ഫ്ലാഗ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഈ സ്ട്രക്ചർ മാറിപ്പോരുത്. PSWന്റെ ഓരോ ബിറ്റുകളുടെയും പൊസിഷൻ, ഫസ്റ്റ് CY ക്യാരി ഫ്ലാഗ്, നെക്സ്റ്റ് ഓക്സിലറി ക്യാരി, ഈ പൊസിഷൻസ് മാറിപ്പോരുത്. പിന്നെ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ് ആയിട്ട് വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം, അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ഈ PSWന്റെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് D0 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് ഈ PSW ഉള്ളത്. ഓക്കെ, കൂടാതെ PSW ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ഓരോ ബിറ്റിനെ നമുക്ക് PSW.0, W.1, W.2 അങ്ങനെ W.7 എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ പിക്ചറിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ചിലപ്പോൾ മറന്നു പോവാം, ഈ ബിറ്റ് പൊസിഷൻസ് മറന്നു പോവാം. ഓക്കെ, ലീവ് ഇറ്റ്. ആ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ഇതും ഓർഡർ മാറിപ്പോരുത്. ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, യൂസർ ഡിഫൈൻഡ്, രജിസ്റ്റർ ബാങ്ക് സെലക്ഷൻ, ഓവർഫ്ലോഗ്, ബ്ലാങ്ക്, പാരിറ്റി ഫ്ലാഗ്, ഇത് കൃത്യമായിട്ട് വരച്ചിട്ട് ഓരോ പാരിറ്റി ഫ്ലാഗ് എന്താ എഴുതുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ പാരിറ്റി. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും എഴുതി വെക്കുക. ക്യാരി ഫ്ലാഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ക്യാരി ആഫ്റ്റർ an operation. If carry is there, the flag will be set. If carry is not there, the flag will be reset. Okay, carry means carry out of the MSB. 8-bit addition MSB carry ഉണ്ടെങ്കിലാണ് ഇത് സെറ്റ് ആവുന്നത്, റീസെറ്റ് ആവുന്നത്. ഓക്സിലറി ക്യാരിയോ, നിബിൾ ഓപ്പറേഷൻ, ഒരു നിബിളിൽ നിന്ന് ലോവർ നിബിളിൽ നിന്ന് ഹയർ നിബിളിലേക്ക് ക്യാരി പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓക്സിലറി ക്യാരി എന്ന് പറയാ. ഓക്സിലറി ക്യാരി ഉണ്ടെങ്കിൽ ഇത് സെറ്റ് ആവും, ഇല്ലെങ്കിൽ റീസെറ്റ് ആവും. RS1 RS0 ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഓവർഫ്ലോ, സൈൻഡ് ഓപ്പറേഷനിൽ -127 to +128 മുകളിൽ റിസൾട്ട് പോയി കഴിഞ്ഞാൽ ഓവർഫ്ലോ, സെറ്റ്, റീസെറ്റ്. പാരിറ്റി ഫ്ലാഗ്, നമ്പർ ഓഫ് ഫണ്ട്സ് നോക്കിയിട്ട് പാരിറ്റി പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ PSW ഇല്ലാത്ത ഒരു MC എക്സാം ഇല്ല. സോ PSW കൃത്യമായിട്ട് പഠിച്ചോളാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. ഇതും സൂപ്പർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. 8051ന്റെ മെമ്മറി ഓർഗനൈസേഷൻ. മെയിൻ ആയിട്ട് മെമ്മറി ഓർഗനൈസേഷനിൽ അവർ ഉദ്ദേശിക്കുന്നത് റാമിന്റെ ഓർഗനൈസേഷൻ ആണ്. സോ റാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 128 ബൈറ്റ് ആണ് എന്ന് ആദ്യം എഴുതുക. 128 ബൈറ്റിന്റെ അകത്ത് അഡ്രസ് റേഞ്ച് കൃത്യമായിട്ട് എഴുതുക. എവിടുന്ന് മുതൽ എവിടം വരെ. ഇന്റേണൽ റാമിന്റെ സ്ട്രക്ചറിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 8-bit അഡ്രസ്സുകളാണ്. സോ 8-bit അഡ്രസ് എന്ന് പറയുമ്പോൾ 00 മുതൽ 7F വരെയുള്ള അത്രയും അഡ്രസ് ലൊക്കേഷൻസ് ആണ് ഇന്റേണൽ റാമിനുള്ളത്. സോ ഇന്റേണൽ റാമിൽ ലോവർ അഡ്രസ് 00 കൊടുക്കുക, 7F എന്ന് പറഞ്ഞിട്ട് ഹയർ അഡ്രസ് കൊടുക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? അതിനെ മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാക്കി ഈ ഇന്റേണൽ റാമിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ബാങ്കിന്റെ ഒരു സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസബിൾ സെക്ഷൻ, തേർഡ് ഭാഗം എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റർ സെക്ഷൻ. അതിന്റെ അകത്ത് ഓരോ അഡ്രസ് റേഞ്ചുകളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മെമ്മറി ഓർഗനൈസേഷനിൽ. അതായത് 00 മുതൽ 1F വരെയുള്ള 32 ലൊക്കേഷൻസ്, അതാണ് രജിസ്റ്റർ ബാങ്ക് സെലക്ഷൻ. അതേപോലെ തന്നെ 20 മുതൽ 2F വരെയുള്ള 16 ലൊക്കേഷൻസ്, അതാണ് എന്ത്? ബിറ്റ് അഡ്രസബിൾ രജിസ്റ്റർ. അതിനുശേഷം വരുന്ന 80 ലൊക്കേഷൻ, 30 മുതൽ 7F വരെയുള്ള 80 ലൊക്കേഷൻ, അതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. ഇത് കൃത്യമായിട്ട് ഇതിന്റെ അഡ്രസ്സ് നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. അല്ലെങ്കിൽ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ അഡ്രസ്സുകൾ എഴുതണം. ഈ അഡ്രസ്സുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിയറി സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഈ അഡ്രസ് റേഞ്ചുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ ഓരോ സെക്ഷൻ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ ഫസ്റ്റ് 32 ലൊക്കേഷൻ ആണെങ്കിൽ രജിസ്റ്റർ ബാങ്കുകളാണ്. 4 രജിസ്റ്റർ ബാങ്കുകൾ ഉണ്ട്. ഓരോന്നിലും R0 മുതൽ R7 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നെയിമിംഗ് ഉണ്ട്. സോ ഫസ്റ്റ് രജിസ്റ്റർ ബാങ്ക് 0 R0 മുതൽ R7 വരെ ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 1 R0 മുതൽ R7 വരെ ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 2 R0 മുതൽ R7 വരെ ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 3 R0 മുതൽ R7 വരെ ഉണ്ട്. സോ എല്ലാത്തിന്റെ അകത്തും R0 മുതൽ R7 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നെയിമിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അറ്റ് പർട്ടിക്കുലർ
ഒരു രജിസ്റ്റർ ബാങ്ക് മാത്രമായിരിക്കും ഒരു സമയത്ത് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. സോ ദാറ്റ് സെലക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ RS1 RS0 ഓഫ് PSW. നമ്മൾ നേരത്തെ PSW പഠിച്ച സമയത്ത് 2 ബിറ്റുകൾ നിങ്ങൾ ഇവിടെ കണ്ടിരുന്നു, RS1 RS0. ഈ ബിറ്റുകളാണ് തീരുമാനിക്കുന്നത് ഏത് ബാങ്ക് ആണ് സെലക്ട് ആവേണ്ടത്. ബാങ്ക് 0 ആണോ, ബാങ്ക് 1 ആണോ, ബാങ്ക് 2 ആണോ, ബാങ്ക് 3 ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഈ രജിസ്റ്റർ സെലക്ട് ബിറ്റുകളാണ്. അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിവിഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിറ്റ് അഡ്രസബിൾ ഏരിയ. ബിറ്റ് അഡ്രസബിൾ ഏരിയ എന്ന് പറയുന്നത് 20 മുതൽ 2F വരെയുള്ള ലൊക്കേഷൻ. ആ ലൊക്കേഷനെ കുറച്ചും കൂടെ വലുതാക്കി വരച്ചിരിക്കുന്നതാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എന്ന് പറയുന്ന ലൊക്കേഷന്റെ അകത്ത് ഓരോ ബിറ്റിനും ഇതുപോലെ അഡ്രസ് ഉണ്ട്. 00, 01, 02, 03, 04, 05, 06, 07. അതേപോലെ തന്നെ 21 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിൽ ഓരോ ബിറ്റിനും അഡ്രസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ അഡ്രസ് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിറ്റ് അഡ്രസബിളിന്റെ ബിറ്റ് അഡ്രസ്സുകൾ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തുടക്കത്തിലുള്ള അഡ്രസ് 20 മുതൽ 2F വരെ ആണ് ഈ ഒരു ബിറ്റ് അഡ്രസബിൾ ഏരിയകൾ. ഇനി ബിറ്റ് അഡ്രസബിൾ ഏരിയയുടെ പ്രത്യേകത എന്താ? നമുക്ക് 2 തരത്തിലുള്ള അഡ്രസ്സിംഗ് ആണുള്ളത്. ഒന്ന് ബൈറ്റ് അഡ്രസ്സിങ്ങും ബിറ്റ് അഡ്രസ്സിങ്ങും. ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ് ലൊക്കേഷനിലുള്ള 8 ബിറ്റ് ഡാറ്റ അല്ലെങ്കിൽ 1 ബൈറ്റ് ഓഫ് ഡാറ്റനെ നമുക്ക് ഒരുമിച്ച് കിട്ടും. അതാണ് ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ബിറ്റ് അഡ്രസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ബിറ്റിന്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിറ്റ് മാത്രം നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം സപ്പോസ് നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു വീട്ടുപേര് വെച്ചിട്ട് നമ്മൾ ഒരു വീട്ടിലെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് ആ വീട്ടുപേര് വിളിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരും. നേരെ മറിച്ച് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടിനകത്തുള്ള ഒരാളെ മാത്രം പേരെടുത്ത് വിളിക്കുകയാണെങ്കിൽ അയാൾ മാത്രമേ ഇറങ്ങി വരുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈറ്റ് അഡ്രസ്സിംഗ് ആൻഡ് ബിറ്റ് അഡ്രസ്സിംഗ്. അപ്പൊ നമുക്കൊരു ബിറ്റിനെ മാത്രമായിട്ട് വേണമെങ്കിൽ ആ ബിറ്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് ബിറ്റ് അഡ്രസബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ബിറ്റ് അഡ്രസബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് 20 മുതൽ 2F വരെയുള്ള ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 00 മുതൽ 7F വരെയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു കോമഡി ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും എൻഡിങ് അഡ്രസ്സും ഓർത്തിരിക്കാനും എളുപ്പമാണ്. കാരണം ഇന്റേണൽ റാം സ്റ്റാർട്ട് ചെയ്യുന്നത് 00 മുതൽ 7F വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ലൊക്കേഷൻ. ഈ സെയിം അഡ്രസ്സുകൾ തന്നെയാണ് ബിറ്റ് അഡ്രസ് ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. 00 മുതൽ 7F വരെ 128 ബിറ്റ് അഡ്രസബിൾ ലൊക്കേഷൻസ് ഉണ്ട്. ഇത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 128 ലൊക്കേഷൻസ് കിട്ടും. കാരണം ഇത് മൊത്തം 16, 1, 2, 3, 4 അങ്ങനെ 16, പിന്നെ ഇത് മൊത്തം 8, 16 × 8 128. അങ്ങനെ 128 ബിറ്റ് അഡ്രസബിൾ ലൊക്കേഷൻസ് ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സെയിം അഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും തെറ്റ് പറ്റില്ല. ബിറ്റ് അഡ്രസബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിനെ വിളിക്കുന്ന ഇൻസ്ട്രക്ഷനും ബൈറ്റ് അഡ്രസബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിനെ വിളിക്കുന്ന അഡ്രസ്സിങ്ങും വേറെ വേറെയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ള ഡൗട്ട് വേണ്ട. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് സെക്ഷൻ, ബിറ്റ് അഡ്രസബിൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതിനെ നമ്മൾ 30 മുതൽ 7F വരെയുള്ള 80 ലൊക്കേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും പറയാം. അതിൽ പ്രത്യേകിച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ ദാറ്റ് കംപ്ലീറ്റ്സ് ദ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. അപ്പോൾ മെമ്മറി ഓർഗനൈസേഷൻ പറയുന്ന സമയത്ത് റാമിന്റെ കൃത്യമായിട്ടുള്ള ഡിഫറൻസുകൾ നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അഡ്രസ് റേഞ്ചുകളാണ്. എവിടുന്ന് മുതൽ എവിടം വരെയാണ് ഓരോ റേഞ്ചുകൾ കിടക്കുന്നത്. മൊത്തം റാം എന്ന് പറയുന്നത് 00 മുതൽ 7F വരെ 128 ലൊക്കേഷൻസ്. 00 മുതൽ 7F വരെ. ഇനി അതിന്റെ അകത്ത് 00 മുതൽ 1F വരെയുള്ള 32 ലൊക്കേഷൻസ് ആണ് ഫസ്റ്റ് സെക്ഷൻ. 1F കഴിഞ്ഞ അടുത്ത അഡ്രസ് ആണ് 20 മുതൽ 2F വരെയുള്ള 16 ലൊക്കേഷൻസ് ആണ് നെക്സ്റ്റ് സെക്ഷൻ. 2F കഴിഞ്ഞിട്ടുള്ള 30 മുതൽ 7F വരെയുള്ള ലാസ്റ്റ് സെക്ഷൻ ആണ് ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ഡിഫോൾട്ട് രജിസ്റ്റർ ബാങ്ക് ഇൻ 8051 മൈക്രോ കൺട്രോളർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് വെൻ നീഡഡ്. അപ്പോൾ ഇതും കൃത്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രജിസ്റ്റർ ബാങ്കുകൾ എന്താണ്, ഈ രജിസ്റ്റർ ബാങ്കുകൾ എങ്ങനെയാണ് 8051 ഡീഫോൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്റേണൽ റാം എന്ന് പറയുന്നതിന്റെ അകത്തെ ആദ്യത്തെ 32 ലൊക്കേഷൻസ്, ഇങ്ങനെ തന്നെ പറയണം, ഇന്റേണൽ റാമിന്റെ അകത്ത് ആദ്യത്തെ 32 ലൊക്കേഷൻസിനെ 8 രജിസ്റ്റേഴ്സ് വീതമുള്ള 4 ലൊക്കേഷൻസ് 4 ബാങ്കുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്.
ഓരോ ബാങ്കുകളിലും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ബാങ്ക് 0ലും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ബാങ്ക് 1ലും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ബാങ്ക് 2ലും ഉണ്ട്, ബാങ്ക് 3ലും ഉണ്ട്. സോ R0 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ ബാങ്ക് 0ലുള്ളതാണോ, ബാങ്ക് 1ലുള്ളതാണോ, ബാങ്ക് 2ലുള്ളതാണോ, ബാങ്ക് 3ലുള്ളതാണോ എന്ന് എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? ഏത് ബാങ്ക് ആണോ ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ബാങ്കിലുള്ള രജിസ്റ്റേഴ്സ് ആയിരിക്കും വരിക. അപ്പോ ഏത് ബാങ്ക് ആണ് ആക്റ്റീവ് ആവുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? RS1 RS0 എന്ന് പറയുന്ന PSWയിലുള്ള 2 ബിറ്റ്സ് ആണ്. അതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഓരോ ബാങ്കുകൾ സെലക്ട് ആവും. RS1 RS0 00 ആണെങ്കിൽ ബാങ്ക് 0 സെലക്ട് ആവും, 01 ആണെങ്കിൽ ബാങ്ക് 1 സെലക്ട് ആവും, 10 ആണെങ്കിൽ ബാങ്ക് 2 സെലക്ട് ആവും, 11 ആണെങ്കിൽ ബാങ്ക് 3 സെലക്ട് ആവും. സോ ഇതാണ് നമ്മളിവിടെ ഈ ടേബിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യന് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് രജിസ്റ്റർ ബാങ്കുകളെ വേറെ വേറെ സെലക്ട് ചെയ്യുന്നത്? ആരാ തീരുമാനിക്കുന്നത്? RS1 RS0 എന്ന് പറയുന്ന 2 ബിറ്റുകൾ. ഇവരെവിടെയുള്ളത്? PSWയില്. അതിൽ RS1 RS0 എഴുതുക, അതിന്റെ 4 കോമ്പിനേഷൻ എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബാങ്കുകൾ എഴുതുക. ഡീഫോൾട്ട് ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ബാങ്ക് 0 ആണ് ഡീഫോൾട്ട് ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബാങ്ക്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദ രജിസ്റ്റർ ബാങ്ക് സെലക്ഷൻ ഇൻ 8051 മൈക്രോ കൺട്രോളർ. Next, explain in detail about the input-output ports of 8051. Sketch the port 0 circuit and explain the read and write operation. അപ്പോ ഇത് IO പോർട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. IO പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോർട്ട് 0 ഉണ്ട്, പോർട്ട് 1 ഉണ്ട്, പോർട്ട് 2 ഉണ്ട്, പോർട്ട് 3 ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോർട്ട് 0ന്റെ സ്ട്രക്ചർ ആണ്. ഇതേപോലെ നിങ്ങളോട് പോർട്ട് 1ന്റെ സ്ട്രക്ചർ ചോദിക്കാം, പോർട്ട് 2ന്റെ സ്ട്രക്ചർ ചോദിക്കാം, പോർട്ട് 3ന്റെ സ്ട്രക്ചർ ചോദിക്കാം. നമ്മൾ ഇതിന് തിയറി പോർഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിന്റെയും സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. വർക്കിങ്ങും സിമിലർ ആണ്. സോ ഒറ്റ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 0 ആണ്. ഇതാണ് കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ പോർട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോർട്ട് 0 തന്നെ ചോദിക്കുന്നുള്ളതാണ്. സോ പോർട്ട് 0 ഏത് പോർട്ടിന്റെ ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിന് 2 സൈക്കിൾ ഉണ്ട്, റീഡ് സൈക്കിൾ ഉണ്ട്, റൈറ്റ് സൈക്കിൾ ഉണ്ട്. ഈ 2 സൈക്കിളും ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് വരയ്ക്കണം? ആ പോർട്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. അപ്പൊ സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചറിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ആദ്യം ലിസ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണുള്ളത്? ലാച്ച് ഉണ്ട്, മക്സ് ഉണ്ട്, ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, 2 FET സ്വിച്ചസ് ഉണ്ട്, പിന്നെ 2 ട്രൈ സ്റ്റേറ്റ് ബഫേഴ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് പോർട്ടിന്റെ സ്ട്രക്ചറിലുള്ളത്. ഓരോന്നിന്റെയും ഫങ്ഷനാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ലാച്ച് എന്തിനു വേണ്ടിയിട്ടാ? ലാച്ച് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പോർട്ട് അല്ലെങ്കിൽ റൈറ്റ് പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാച്ച് ഉപയോഗിക്കുന്നത്. മക്സ് എന്തിനാ? ഈ പോർട്ടുകൾക്കെല്ലാം ഓൾട്ടർനേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യണോ പോർട്ടായിട്ട് വർക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചിങ് ആണ് മക്സിൽ നടക്കുന്നത്. നമുക്ക് ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ മക്സിന്റെ സ്വിച്ച് ഇവിടെ ജോയിൻ ആയിരിക്കും. പോർട്ട് ഫംഗ്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ മക്സിന്റെ സ്വിച്ച് ഇവിടെ ജോയിൻ ആയിരിക്കും. സോ ഇവിടെ ജോയിൻ ആവുന്ന സമയത്ത് പോർട്ട് ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും, ഇവിടെ ജോയിൻ ആയിരിക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ വഴി വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോർട്ട് 0ന്റെ കേസ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോർട്ട് 0 8-ബിറ്റ് പോർട്ട് ആണ് അല്ലെ. അതിന്റെ അകത്ത് ഒറ്റ ലൈൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതേപോലെ 8 ലൈൻസ് ഉണ്ട്, അതിലൊക്കെ ഈ സ്ട്രക്ചർ റിപ്പീറ്റ് ചെയ്ത് വരും. അത് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ പോർട്ട് 0ന്റെ സ്ട്രക്ചർ ആണിത്. പോർട്ട് 0ന്റെ സ്ട്രക്ചറിന്റെ അകത്ത് നമ്മളെ കണക്ഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ബസ്സും ഈ പോർട്ട് ലൈനും തമ്മിലുള്ള കണക്ഷൻ ആണ്. അതിനിടയിലുള്ള സർക്യൂട്ടറി ആണിത്. പിന്നെ എല്ലാ പോയിന്റ്സും എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? ലാച്ചസ് ഉണ്ട്, ലാച്ചസിന്റെ ഫംഗ്ഷൻസ് പറയാം, ഹോൾഡിംഗ് വാല്യൂസ്. പിന്നെ റൈറ്റ് ടു ലാച്ച് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് സിഗ്നൽ നമ്മൾ ലാച്ചിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ 2 FET ട്രാൻസിസ്റ്റർ സ്വിച്ചുകൾ ഉണ്ട്. ആ സ്വിച്ചുകൾ സ്വിച്ച് ചെയ്യുന്ന എങ്ങനെയാ? കൺട്രോൾ സിഗ്നൽസിനനുസരിച്ച് സ്വിച്ച് ചെയ്യും. പിന്നെ എങ്ങനെയാണ് കൺട്രോൾസ് വരുന്നത് എന്നുള്ള മെക്കാനിസം പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും പറയണം. റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 8051 മൈക്രോ കൺട്രോളറിന് ഒരു പർട്ടിക്കുലർ ബിറ്റ്സ് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം. അതാണ് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലാച്ചിൽ 1 അപ്ലൈ ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്. ലാച്ചിൽ 1 അപ്ലൈ ചെയ്യുക. ലാച്ചിൽ 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q ഔട്ട്പുട്ട് 1 ആയിരിക്കും, Q കോംപ്ലിമെന്റ് 0 ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. നോക്കിക്കേടാ, ഇവിടെ 1 അപ്ലൈ ചെയ്യുന്നു. സോ Q1 Q കോംപ്ലിമെന്റ് 0. മക്സ് ഇങ്ങനെ ആയിരിക്കും കണക്റ്റഡ്, കാരണം അതായത് പോർട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
സോ ഈ 0 എവിടെ എത്തും? ഈ ട്രാൻസിസ്റ്റർ ഓഫ്, ഈ ട്രാൻസിസ്റ്റർ, ഈ കൺട്രോൾ സിഗ്നൽ 0 ആണ്, കാരണം ഇത് ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ആയിട്ടല്ല പോർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 0 വരും. സോ ഇതും ഓഫ്, ഇതും ഓഫ്. സോ ദ ഔട്ട്പുട്ട് ബിക്കംസ് ഫ്ലോട്ടിംഗ് ഔട്ട്പുട്ട്. അതാണ് പോർട്ട് 0ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ ഔട്ട്പുട്ട് ഫ്ലോട്ട് ചെയ്യും എപ്പോ? വെൻ ഇറ്റ് യൂസ് ഇൻ ഇൻപുട്ട് മോഡ്, അല്ലെ? ഇപ്പൊ ഫ്ലോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് 1ലും അല്ല 0ലും അല്ല. സോ ഇറ്റ് ഈസ് പ്യുവർലി എ ബൈ ഡയറക്ഷണൽ പോർട്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ പുള്ളപ്പ്. പോർട്ട് 0ന് ഇന്റേണൽ ആയിട്ട് PCCയിലേക്ക് കണക്ഷൻസ് ഒന്നുമില്ല. പോർട്ട് 0ന് ഇന്റേണൽ ആയിട്ട് കണക്ഷൻസ് ഒന്നുമില്ല. അതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഇതാണ് നമ്മളെ പോർട്ട് 0ന്റെ സ്ട്രക്ചർ. പോർട്ട് 0ന്റെ സ്ട്രക്ചറിൽ ബാക്കിയുള്ള പോർട്ടുകൾക്കെല്ലാം ഈ പോർട്ട് ലൈൻ ഇന്റേണൽ ആയിട്ട് VCC ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട് എപ്പോഴും VCC ആയിട്ട് ഒരു റെസിസ്റ്റർ വഴി കണക്റ്റഡ് ആയിരിക്കും. പോർട്ട് 1നും പോർട്ട് 2നും പോർട്ട് 3നും. പക്ഷെ പോർട്ട് 0ക്ക് ഈ കണക്ഷൻ ഇല്ല. അപ്പൊ പോർട്ട് 0ക്ക് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ മാത്രമേ VCC ആയിട്ട് കണക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് VCC ആയിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് പോർട്ട് 0. ബാക്കിയുള്ള പോർട്ടുകളിൽ നിന്ന് വ്യത്യാസം പോർട്ട് 0നുള്ള വ്യത്യാസമാണ് ഒന്നാമതായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ഇന്റേണൽ പുള്ളപ്പ് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ട്രൂലി ബൈ ഡയറക്ഷനിലാണ്. ഇനി 0 റീഡ് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യും, 1 റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള കണ്ടീഷൻ എഴുതാം. വൈൽ റീഡിങ് 0 എന്ത് സംഭവിക്കും, വൈൽ റീഡിങ് 1 എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? ഓർമ്മയുണ്ടോ? അത് 0 ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0 വരും. ഇവിടെ 0 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. സോ 0 സിഗ്നൽ നേരെ എങ്ങോട്ടേക്ക് വരും? ഇങ്ങോട്ടേക്ക് വരും, ഇന്റേണൽ ബസ്സിലേക്ക് വരും. ഫോർ ദാറ്റ് വി ഹാവ് ടു മേക്ക് റീഡ് പിൻ എനേബിൾഡ്. ഇത് എനേബിൾഡ് ആണെങ്കിൽ ആ റീഡ് സിഗ്നൽ 0 ആണെങ്കിൽ 0നെ റീഡ് ചെയ്യും, 1 ആണെങ്കിൽ 1നെ റീഡ് ചെയ്യും. അതാണ് റീഡ് സൈക്കിൾ. ഇനി റൈറ്റ് സൈക്കിൾ ആകുമ്പോഴോ, റൈറ്റ് സൈക്കിൾ ആവുന്ന സമയത്ത് 0 ആണ് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ലാച്ചിൽ 0 കൊടുക്കുക, 1 ആണ് റൈറ്റ് ചെയ്യണമെങ്കിൽ ലാച്ചിൽ 1 കൊടുക്കുക. ആ കാര്യങ്ങൾ എഴുതുക. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, സോ റീഡ് സൈക്കിൾ എഴുതുക, റൈറ്റ് സൈക്കിൾ എഴുതുക. കണ്ടോ, 0 ആണ് സെൻഡ് ചെയ്യണമെങ്കിൽ ലാച്ചിൽ 0 റൈറ്റ് ചെയ്യുക, 1 ആണ് സെൻഡ് ചെയ്യണമെങ്കിൽ റാച്ചിൽ 1 റൈറ്റ് ചെയ്യുക. ഇതാണ് കണ്ടീഷൻ. സോ റീഡ് സൈക്കിളും റൈറ്റ് സൈക്കിളും സെപ്പറേറ്റ് എടുത്തിട്ട് എന്താണ് വർക്കിംഗ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ പോർട്ട് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, പക്ഷെ അതിന്റെ വർക്കിംഗ് കൂടെ പറയുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. വർക്കിംഗ് പറയുന്ന സമയത്ത് ഏത് പോർട്ട് ചോദിച്ചു കഴിഞ്ഞാലും വർക്കിംഗ് പറയുന്ന സമയത്ത് അതിന് 2 വർക്കിംഗ് ഉണ്ടാവും. പോർട്ടിന്റെ റീഡ് ഓപ്പറേഷൻ ഉണ്ടാവും, പോർട്ടിന്റെ റൈറ്റ് ഓപ്പറേഷൻ ഉണ്ടാവും. പോർട്ടിന്റെ റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8051 മൈക്രോ കൺട്രോളർ ആ പോർട്ട് വഴി ഡാറ്റ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് കൊടുക്കുകയാണ്. എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് എടുക്കുകയാണ്. അതാണ് റീഡ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8051 മൈക്രോ കൺട്രോളർ അതിന്റെ പോർട്ട് വഴി എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് ഡാറ്റ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഉള്ളിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓപ്പറേഷൻ ഓർ റീഡ് ഓപ്പറേഷൻ. അപ്പൊ റീഡ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം, റൈറ്റ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. റീഡ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ ആക്ച്വലി ലാച്ച് യൂസ് ചെയ്യുന്നതേ ഇല്ല. കാരണം ഈ പോർട്ടിൽ എന്ത് ഡാറ്റ വരുന്നോ ആ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് 8051 എടുക്കുന്നു. സോ റീഡ് ഓപ്പറേഷൻ ഇവന് പ്രത്യേകിച്ച് റോൾ ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ഇൻപുട്ട് എപ്പോഴും നമ്മൾ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. നേരെ മറിച്ച് റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ ഡാറ്റേനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലാച്ച് യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അതുകൊണ്ടാണ് റൈറ്റ് ഓപ്പറേഷനിൽ Q0 റൈറ്റ് ചെയ്യണമെങ്കിൽ Q0 റൈറ്റ് ചെയ്യണമെങ്കിൽ ലാച്ചിൽ 0 എഴുതണം, 1 പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ ലാച്ച് 1 എഴുതണം. അവിടെയാണ് ലാച്ചിന്റെ ഓപ്പറേഷൻ വരുന്നത് റൈറ്റ് ഓപ്പറേഷനിൽ. റീഡ് ഓപ്പറേഷനിൽ ലാച്ചിന്റെ ഓപ്പറേഷൻ വരുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പൊ പോർട്ട് 0 ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് 1 ചോദിക്കാം, പോർട്ട് 2 ചോദിക്കാം, പോർട്ട് 3 എല്ലാത്തിനും സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സോ വ്യത്യാസം മനസ്സിലാക്കി ആൻസർ ചെയ്യാം. ഓരോന്നിന്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ IO പോർട്ട് സ്ട്രക്ചർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഇന്ററപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള. അപ്പൊ ശരിക്കും ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ തലവേദന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഫണ്ടമെന്റൽസ് ആണ്. അതായത് 8051ന്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും, 8051ന്റെ പിൻ ഔട്ട് ഡയഗ്രം എങ്ങനെയായിരിക്കും, 8051ൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, 8051ന് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണുള്ളത്, അതായത് എത്ര SFR ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എത്ര ഇന്ററപ്റ്റുകൾ ഉണ്ട്, എത്ര പോർട്ടുകൾ ഉണ്ട്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആർക്കിടെക്ചർ ചോദിക്കാം, പിൻ ഔട്ട് ഡയഗ്രം ചോദിക്കാം. അപ്പോൾ അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇടുന്ന ഇഷ്ടം പോലെ ചാൻസസ് ആണ്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വിടാനൊക്കെ ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയുള്ള മൊഡ്യൂൾസിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും
ഇന്നെന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ എല്ലാത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും. കാരണം എല്ലാ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ്, ഫണ്ടമെന്റൽ ആയതുകൊണ്ട് എല്ലാ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കൂടാതെ തന്നെ വളരെ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം ഇവിടുത്തെ കേസിൽ ഇപ്പൊ ഇന്ററപ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഇന്ററപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്, IE ആൻഡ് IP എന്ന് പറയുന്ന 2 രജിസ്റ്റേഴ്സ്. ഈ 2 രജിസ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്. സോ അവിടെയും ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. സോ ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റും, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്ന് വിചാരിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇന്ററപ്റ്റ് ചോദിക്കും, ലാസ്റ്റ് മൊഡ്യൂളിൽ ഇന്ററപ്റ്റ് ചോദിക്കും, ഇവിടെയും 10 അവിടെയും 10 അങ്ങനെ വിചാരിക്കരുത്. ഒന്നിൽ ഇന്ററപ്റ്റ് ചോദിച്ചാൽ രണ്ടാമത്തേൽ ഇന്ററപ്റ്റ് ചോദിക്കില്ല. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇന്ററപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇന്ററപ്റ്റ് ചോദിക്കില്ല. അതുകൊണ്ട് ഇന്ററപ്റ്റിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രജിസ്റ്ററും കാര്യങ്ങളുടെ ഒക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തേ ചെയ്യുള്ളൂ. ഇവിടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ററപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ബേസിക്കലി ആൻ ഇന്ററപ്റ്റ്. ഒരു ഇന്ററപ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് മൈക്രോ കൺട്രോളർ ചെയ്യുന്ന സ്റ്റെപ്സ്, ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇന്ററപ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത്. ഓക്കെ, കണ്ടോ? സോ ക്വസ്റ്റ്യൻ നോക്കിയ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ എക്സിക്യൂട്ടിംഗ് ദ ഇന്ററപ്റ്റ്, നെയിം ദ ഡിഫറെന്റ് ഇന്ററപ്റ്റ്സ് ഇൻ 8051 ആൻഡ് ദർ വെക്ടർ ലൊക്കേഷൻസ്. എല്ലാ ഇന്ററപ്റ്റുകൾ ഏതൊക്കെയാണ്, ഫണ്ടമെന്റൽസ് ആണല്ലോ. അപ്പൊ 8051 എല്ലാ ഇന്ററപ്റ്റുകളും ഏതാണ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ററപ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇന്ററപ്റ്റുകളും ആദ്യമായിട്ട് നമ്മൾ ഇന്ററപ്റ്റുകൾ എന്താണ് ഇന്ററപ്റ്റ് നമ്മൾ ബേസിക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എൻ ഇന്ററപ്റ്റ്. നമ്മൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം അവിടെ ഇന്ററപ്റ്റ് ആവുകയാണ് കോള് വരുന്ന കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗെയിം അവിടെ നിർത്തി വെച്ചിട്ട് ആ കോളിനെ സർവീസ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് എടുക്കാം, ചിലപ്പോൾ കട്ട് ചെയ്യാം. അത് വരുന്ന കോളിന്റെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും അല്ലെ. ഇമ്പോർട്ടന്റ് കോൾ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. സോ അത് ഈ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം നിർത്തി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സർവീസ് ചെയ്യാൻ പറ്റും. ഗെയിം കളി അവിടെ നിർത്തി വെക്കാതെ രക്ഷയുണ്ടോ? ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതിനെ മിനിമൈസ്, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, മിനിമൈസ് എങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ഇന്ററപ്റ്റ് അവിടെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പ്രയോറിറ്റി ഉള്ളത് കൊണ്ടാണ് അത് ഇന്ററപ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇന്ററപ്റ്റ് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ പ്രോഗ്രാം. During program execution, peripheral device needs service from microcontroller. Device will generate interrupt and gets the service from microcontroller. പുറത്തുള്ള ആൾക്കാർ മൈക്രോ കൺട്രോളറിന്റെ പുറത്ത് കണക്ട് ചെയ്തിട്ടുള്ള പെരിഫറൽ ഡിവൈസ്, ചിലപ്പോൾ അത് ഹീറ്റ് സെൻസർ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഫാൻ ആയിരിക്കാം. ഈ സാധനങ്ങൾക്ക് 8051 മൈക്രോ കൺട്രോളറിനെ അറിയിക്കണം പുറത്ത് ചൂട് കൂടുതലാണ് എന്ന് അറിയിക്കണമെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ മൈക്രോ കൺട്രോളറിലേക്ക് അയക്കും. സോ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യണം, കറന്റ്ലി എന്താണോ നടത്തുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പെരിഫറൽ ഡിവൈസ് കൊടുത്ത ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യാൻ പോകണം. അതാണ് ബേസിക് ഐഡിയ ഓഫ് ഇന്ററപ്റ്റ്. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് എഴുതി വെക്കുക. ഇനി ഈ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെങ്കിൽ ISR എന്ന് പറയാം. അപ്പോ സാധാരണ 8051 മൈക്രോ കൺട്രോളർ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ISR എക്സിക്യൂട്ട് ചെയ്യണം. ISR എക്സിക്യൂട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ എവിടെയാണോ നിർത്തിയത് അവിടത്തേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലെ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് കോള് വരുന്നു. കോള് വന്നിട്ട് നമ്മൾ ആ കോള് എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗെയിമിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഏത് ലെവലിലാണോ എത്തിയത് ആ ലെവലിൽ തന്നെ തിരിച്ചെത്തണ്ടേ. അല്ലാതെ അതിന് മുമ്പത്തെ ലെവലിലോ അത് കുറെ കഴിഞ്ഞിട്ടുള്ള ലെവലിലോ എത്തിയിട്ട് കാര്യമില്ലല്ലോ. സോ എവിടെയാണോ പോയത് അവിടെ തന്നെ തിരിച്ചു. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇന്ററപ്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം വരച്ച് വെക്കാൻ ശ്രമിക്കുക. ഇതാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ററപ്റ്റിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ഡയഗ്രാം. അതായത് എക്സിക്യൂഷൻ ഇങ്ങനെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരിക്കും, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാ പെട്ടെന്ന് കോള് വരുന്നു. ഉടനെ ഗെയിം അവിടെ നിർത്തി നേരെ കോള് സർവീസ് ചെയ്യാൻ പോയി, തിരിച്ചെന്ത് ചെയ്യണം, തിരിച്ച് റിട്ടേൺ വന്നു, ഗെയിം കണ്ടിന്യൂ ചെയ്തു. സോ ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് വരച്ചു വെക്കുക. ഇനി അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചറപറ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ്. സോ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇന്ററപ്റ്റ് വരുന്നു. ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? എടോ, മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടല്ലേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ പ്രോസസർ ഇപ്പൊ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ലൈൻ എവിടെയാണ് എന്നുള്ളത് അതിന് എവിടുന്നാ കിട്ടുക? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട് അല്ലെ 8051. ആ രജിസ്റ്ററിന്റെ പ്രത്യേകത എന്താ? നെക്സ്റ്റ് എക്സിക്യൂഷൻ ഏതാണോ, അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിന്റെ അഡ്രസ് PC റെഡി ആയിരിക്കും, പ്രോഗ്രാം കൗണ്ടറിൽ റെഡി ആയിരിക്കും. അപ്പൊ 8051 ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്താൽ ഉടനെ PC പോയി നോക്കും.
പി സിയിൽ എന്താണോ അഡ്രസ് ഉള്ളത് ആ അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോ സാധാരണ പി സിയിൽ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരും. അപ്പോ ഓരോ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പി സിയുടെ ഉള്ള നെക്സ്റ്റ് അഡ്രസ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇവന് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ, തിരിച്ച് പഴയ ലൈനിൽ തന്നെ എത്തണ്ടേ. സോ ഫസ്റ്റ് പ്രോഗ്രാം പി സിയിലുള്ള അഡ്രസ്സിനെ പുഷ് ചെയ്ത് സ്റ്റാക്കിലേക്ക് മാറ്റണം. പിന്നെ കൂടാതെ ISR അഡ്രസ് പി സിയിലേക്ക് കൊണ്ടുവരണം. ഇത് കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് 8051 പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു 16-ബിറ്റ് രജിസ്റ്റർ ഉണ്ട്. ഈ 16-ബിറ്റ് രജിസ്റ്റർ ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഏത് ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് മൈക്രോ കൺട്രോളറിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പി സി ആണ്. സോ ആദ്യം സപ്പോസ് നമ്മുടെ പ്രോഗ്രാം ഇരിക്കുന്നത് 1000 മുതൽ ഇങ്ങനെ 1000 മുതൽ ഉള്ള ലൊക്കേഷൻസിലാണ് നമ്മുടെ പ്രോഗ്രാംസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാംസ് എഴുതി ഓരോ ലൈനിലും ഓരോ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ 1000 എക്സിക്യൂട്ട് ചെയ്യും, ഉടനെ 1001 എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് 1002 എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്? പി സി എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഈ അഡ്രസ് സ്റ്റോർഡ് ആയിരിക്കും. ഈ അഡ്രസ് സ്റ്റോർഡ് ആയിരിക്കുമ്പം ഇത് എക്സിക്യൂട്ട് ചെയ്ത ഉടനെ പി സിയിലേക്ക് ഈ അഡ്രസ് കയറണം. ഈ അഡ്രസ് കയറിയാൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ നെക്സ്റ്റ് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉടനെ പി സിയിലേക്ക് നെക്സ്റ്റ് അഡ്രസ് കയറണം. അപ്പൊ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കൗണ്ടർ ഇങ്ങനെ ഇൻക്രിമെന്റ് ആവുന്നത് കൊണ്ടാണ്. സോ പെട്ടെന്ന് ഈ ഒരു ലൈനിലാണ് ഇന്ററപ്റ്റ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാൻ പോകണം. ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്നത് ഈ ലൈൻ ബൈ ലൈൻ ആയിരിക്കില്ല, അത് ചിലപ്പോൾ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കണം. അപ്പോ 1002 കഴിഞ്ഞിട്ട് 1003 എത്തുമ്പോഴ സമയത്താണ് ഇന്ററപ്റ്റ് വരുന്നതെങ്കിൽ പി സിയിലേക്ക് ഈ അഡ്രസ് കയറി വരണം, എന്നാലേ മൈക്രോ കൺട്രോളർ ISR അഡ്രസ് ചെയ്യാൻ പോകുള്ളൂ. സോ ഇത് കയറി വരുന്ന സമയത്ത് ഈ 1003 എന്ന് പറയുന്നത് തൽക്കാലം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. തിരിച്ച് ISR എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം സ്റ്റാക്കിന്റെ അകത്ത് പഴയ 1003 പി സിയിലേക്ക് കയറി വരണം. അപ്പോഴേ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടക്കുള്ളൂ. അല്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു 1002 ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് കോള് വരുന്നു. കോള് സർവീസ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇരിക്കുന്നത് 2000 സോ 2000 പോയിട്ട് കോളിനെ പ്രോസസ് ചെയ്യുന്നു. തിരിച്ചു വരുമ്പം 1003 എത്തണം. അപ്പോൾ 1003 എവിടെ ഉണ്ടാവണം? പി സിയിലേക്ക് ലോഡ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് മെമ്മറീസ് യൂസ് ചെയ്യുന്നത്. ISR എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പി സിയിലുള്ള വാല്യൂ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ISR കഴിഞ്ഞ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലുള്ള സാധനം പി സിയിലേക്ക് പോപ്പ് ചെയ്യണം. പുഷ് ആൻഡ് പോപ്പ്. അതെന്തിനു വേണ്ടിയിട്ടാ? സ്റ്റാക്ക് മെമ്മറിയിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് പുഷും പോപ്പും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ സ്റ്റെപ്സിൽ അതാണ് പുഷ് പി സി ടു സ്റ്റാക്ക്, ദെൻ സ്റ്റാക്ക് ടു പി സി, ഈ പുഷും പോപ്പും ഓപ്പറേഷൻ. കൂടാതെ ISR അഡ്രസ് പി സിയിൽ കയറി വരണം. ISR എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണം. ISR കഴിഞ്ഞു, തിരിച്ച് പഴയ ലൈനിലേക്ക് പോടാ എന്ന് കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്? റിട്ട്. ഇന്ററപ്റ്റിന് കൂടെ ഉള്ളത് റിട്ട് അല്ല, റിട്ട് ഐ എന്ന് പറയുന്നതാണ്. അതായത് റിട്ടേൺ ഫ്രം ഇന്ററപ്റ്റ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് വന്നിട്ട് ISR എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഇന്ററപ്റ്റുകളെല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. ആ ഇന്ററപ്റ്റുകളൊക്കെ എനേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് റെറ്റ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ അകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് യൂസ്ഡ് വൈൽ സർവീസിങ് ആൻഡ് ഇന്ററപ്റ്റ്? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടല്ലോ, ആ ഡയഗ്രത്തിലുള്ള സാധന സ്റ്റേറ്റ്മെന്റ് ആക്കിയതാണിത്. കണ്ടോ? ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൽക്കാലം എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ പുഷ് ചെയ്ത് സ്റ്റാക്കിലേക്ക് വെക്കും. പിന്നെ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ ഇന്ററപ്റ്റ്സ് അതും നമ്മൾ സാധാരണ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ISR എഴുതി വെച്ചിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണോ അവിടത്തേക്ക് പോകും. അവിടത്തേക്ക് പോകണമെങ്കിൽ പി സിയിൽ എന്ത് വരണം? ആ ലൊക്കേഷൻ വരണം. അതിനുശേഷം നമ്മൾ ISR കഴിഞ്ഞു. ISR കിട്ടുക ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ISRന്റെ അഡ്രസ് ഉണ്ടാവുക. സോ അവിടുന്ന് ISR കിട്ടും. ISR എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇന്ററപ്റ്റ്സുകളും ഡിസേബിൾ ചെയ്ത് വെക്കണം, അതും പറഞ്ഞു. ദെൻ ISR എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വരും.
റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ISR കഴിഞ്ഞു, നീ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് പറയുന്നതാണ് റിട്ടേൺ. അപ്പൊ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ വരാനുള്ള സംഭവം. അപ്പൊ റിട്ടേൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രത്യേകത? ബാക്കിയുള്ള ഇന്ററപ്റ്റ്സുകൾ മുഴുവൻ എനേബിൾ ചെയ്യണം. സോ അപ്പോൺ എക്സിക്യൂട്ടിംഗ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ മൈക്രോ കൺട്രോളർ റിട്ടേൺസ് ടു പ്ലേസ് വേർ ഇറ്റ് വാസ് ഇന്ററപ്റ്റഡ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ PCയുടെ വാല്യൂ ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഒന്ന് ആലോചിച്ചാൽ മതി. PC ലൈൻ ബൈ ലൈൻ ആയിട്ട് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ അഡ്രസ്സുകൾ ഇൻക്രിമെന്റ് ആയി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മൈക്രോ കൺട്രോളറിന് ഇൻസ്ട്രക്ഷൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്നൊരു ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് PCയിൽ ആ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനുള്ള ലൊക്കേഷൻ കയറി വരണം. അപ്പോൾ PCയിൽ കറന്റ്ലി ഉള്ള അഡ്രസ്സ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പുഷ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ PCയിൽ എന്ത് വരണം? ഇന്ററപ്റ്റ് സർവീസിന്റെ അഡ്രസ്സ് കയറി വരണം. സോ ഇന്ററപ്റ്റ് സർവീസ് ചെയ്തു. ലാസ്റ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും PCയിലേക്ക് എന്ത് വരണം? നേരത്തെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സ് PCയിലേക്ക് കയറി വരണം. വെറും റിട്ട് അല്ല, റിട്ട് ഐ ആണ്. റിട്ട് ഐ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നേരത്തെ ഡിസേബിൾ ചെയ്തിട്ടുള്ള എല്ലാ ഇന്ററപ്റ്റുകളും എനേബിൾ ചെയ്യണം. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. അപ്പൊ ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഉള്ളു. അപ്പൊ ഇന്ററപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അതാണ്. ഇന്ററപ്റ്റ് എന്താണ്? ഇന്ററപ്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് മൈക്രോ കൺട്രോളർ പെർഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്? ഇതാണ് ചോദിക്കാനുള്ളത്. ദെൻ എല്ലാ ഇന്ററപ്റ്റുകളും ആ ഇന്ററപ്റ്റുകളുടെ വെക്ടർ ലൊക്കേഷൻസ്, വെക്ടർ അഡ്രസ്സുകളും ചോദിക്കാറുണ്ട്. സോ ഇതാണ് എല്ലാ ഇന്ററപ്റ്റുകൾ. 5 ഇന്ററപ്റ്റുകൾ. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1. പിന്നെ രണ്ട് ടൈമേഴ്സ് ഉണ്ട്. 2 ടൈമേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഡിലേ ടൈം കഴിയുന്ന സമയത്ത് കൺട്രോളറിനോട് പറയും ഡിലേ കഴിഞ്ഞു. അതൊരു ഇന്ററപ്റ്റ് വഴിയാണ് കൊടുക്കുന്നത്. സോ ടൈമർ 0 ഇന്ററപ്റ്റ്, ടൈമർ 1 ഇന്ററപ്റ്റ്. പിന്നെ സീരിയൽ പോർട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8051 മൈക്രോ കൺട്രോളറിനെ ഇന്ററപ്റ്റ് ചെയ്ത് പറയണം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞു. So these are the different interrupts. External interrupt 2 എണ്ണം, ടൈമർ 0, ടൈമർ 1 ഇന്ററപ്റ്റ് 2 എണ്ണം, സീരിയൽ ഇന്ററപ്റ്റ് 1. ഇങ്ങനെ 5 ഇന്ററപ്റ്റുകളാണുള്ളത്. എല്ലാത്തിന്റെയും വെക്ടർ അഡ്രസ്സുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ററപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ISR സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻസ് അതാണിത്. അതിനെയാണ് വെക്ടർ അഡ്രസ് എന്ന് പറയുന്നത്. ദീസ് ആർ വെക്ടേർഡ് ഇന്ററപ്റ്റ്സ്. ISR ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ 8051 1001 എന്നുള്ള പ്രോഗ്രാം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഏത് ലൈനിൽ പോകും? 0003 പോയിട്ട് ഇതിനെ സർവീസ് ചെയ്യാനുള്ള പരിപാടി നോക്കും. ഓക്കെ, അതാണ് വെക്ടർ അഡ്രസ് എന്ന് പറഞ്ഞാൽ. ISR സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ആണ് വെക്ടർ അഡ്രസ്. സോ ഈ വെക്ടർ അഡ്രസ് നിലം തൊടാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക, ആവശ്യം വരും. സോ ഇതൊക്കെയാണ് ഇന്ററപ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിൻ ഔട്ട് ഡയഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ പിൻസ് ഇൻ 8051 EA, RST, XTAL, ALE. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ സപ്പോർട്ടഡ് ബൈ പോർട്ട് 3 ഓഫ് 8051. അപ്പൊ നമ്മള് യൂഷ്വലി പിൻ ഔട്ട് ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പിന്നുകൾ ഉണ്ടല്ലോ. ഈ 40 പിന്നുകളിൽ എക്സെപ്ഷണലി സ്ട്രോങ് കൺസെപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ പിൻസ് ആണ് അവർ കൂടുതലായിട്ട് ചോദിക്കാനുള്ള സാധ്യത. ഏതെങ്കിലും 2 or 3 പിൻസിന്റെ ഫംഗ്ഷനാലിറ്റി അടിച്ചു, അല്ലെങ്കിൽ 40 പിന്നിന്റെ ഫംഗ്ഷനാലിറ്റി ഒറ്റ അടിക്ക് എക്സ്പ്ലെയിൻ ദ പിൻ ഔട്ട് ഡയഗ്രാം ഓഫ് 8051 എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 40 പിന്നുകളുണ്ട്, അതിന്റെ ഫംഗ്ഷനാലിറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് ആ എക്സാം മുഴുവൻ അതിൽ എഴുതാനുണ്ടാവും. സോ അവർ സെലക്റ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ അവർ പോർട്ട് 0 എന്ന് പറയുന്ന പിൻസ് അതിന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് എന്താന്ന് ചോദിക്കാം. പോർട്ട് 1ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാം. ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഇല്ല അല്ലെ, സോറി, പോർട്ട് 1ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഇല്ല. അപ്പൊ പോർട്ട് 1ന്റെ അകത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. പോർട്ട് 2ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാം, പോർട്ട് 3ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാം. പക്ഷേ ഏറ്റവും ചാൻസ് കൂടുതൽ ഏത് പോർട്ടിന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാനാ? പോർട്ട് 3ന്റെ. കാരണം എന്താ? പോർട്ട് 3ല് 8 പിൻസ് ഉണ്ട്. ആ 8 പിൻസിനും വേറെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ആണുള്ളത്. നേരെ മറിച്ച് പോർട്ട് 0ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈനിൽ പറയാൻ പറ്റും. എന്താ? അഡ്രസ് ഡാറ്റനെ മൾട്ടിപ്ലക്സ് ചെയ്യലാണ് പോർട്ട് 0 ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ്. കഴിഞ്ഞു. ഇനി പോർട്ട് 2ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 16-ബിറ്റ് അഡ്രസ്സിലെ ഹയർ 8-ബിറ്റ് അഡ്രസ് പറഞ്ഞു വിടലാണ് പോർട്ട് 2ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ. കഴിഞ്ഞു. അപ്പൊ പോർട്ട് 2ന്റെ പോർട്ട് 0ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ഒരു ലൈനിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ പോർട്ട് 3ന്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഓരോ ലൈനിനും ഓരോ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട്
പോർട്ട് 3യുടെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ആണ് ചോദിക്കാൻ സാധ്യത. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതാണ്, വാട്ട് ആർ ദ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ സപ്പോർട്ടഡ് ബൈ പോർട്ട് 3 ഓഫ് 8051. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 3-4 പിന്നുകൾ എടുത്ത് ഇപ്പൊ ഇവിടെ ചോദിച്ചോണ്ടോ EA ബാർ, RST, XTAL, ALE ഇതിന്റെ ഫംഗ്ഷൻസ് എന്താന്നുള്ളതാണ്. സോ അങ്ങനെ ചോദിക്കാം. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്ന പിന്നുകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ എക്സ്റ്റേണൽ ആക്സിസ് EA ബാർ എന്ന് പറയുന്ന പിന്ന്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് പിൻ. കൂടാതെ ALE അഡ്രസ് സ്ലാഷ് എനാബിൾ, ഇതും ഈ 2 പിൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം ഇതിന്റെ അകത്ത് ഈ 8051ന്റെ ഒരു മെയിൻ കൺസെപ്റ്റുകൾ റിവീൽ ചെയ്യുന്ന 2 പിൻസുകളാണ് EA ബാറും ALE. സോ അത് സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പിൻ ഔട്ട് ഡയഗ്രാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ 2 പിൻസിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ പിൻസും നമുക്ക് വളരെ എളുപ്പമാണ്. ഞാനിപ്പം തിയറി സെഷൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ പിൻ ഔട്ട് ഡയഗ്രാം പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു പ്രത്യേക രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് 40 പിന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ 40 പിന്നുകളുടെ ഫംഗ്ഷനാലിറ്റി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ പഠിച്ചു പോയത്. അപ്പൊ അത് പ്രസന്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തത്. പക്ഷെ അതിന്റെ അകത്ത് എക്സെപ്ഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 പിന്നുകളാണ് EA ബാറും ALE. അതിന്റെ ഫംഗ്ഷനാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ചോദിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, EA ബാറും ചോദിച്ചിട്ടുണ്ട്, ALE ചോദിച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിൻ ഔട്ടിൽ സെപ്പറേറ്റ് പിൻസ് ചോദിക്കുകയാണെങ്കിൽ EA ബാറിന്റെ ALE ഫംഗ്ഷനാലിറ്റി ചോദിക്കാം. പിന്നെ RST എന്ന് പറയുന്നത് എന്താണോ, റീസെറ്റ് പിൻ. XTL എന്ന് പറയുന്നത് എന്താണോ, ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യുന്ന പിൻ. 12 മെഗാഹെർട്സിന്റെ ക്രിസ്റ്റൽ ആണ് കണക്ട് ചെയ്യുന്നത്. RST എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യാനാണ്, ജസ്റ്റ് ഇൻപുട്ട് ബയോസ് ഫംഗ്ഷൻ ഇനീഷ്യലൈസ് ചെയ്യിക്കാനുള്ള പിന്നാണ്. ഇതൊക്കെ വളരെ ബേസിക് ആണ്, അതിൽ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും പറയാനില്ല. ഇനി നിങ്ങളോട് പിന്നെ ഒരു മിനിറ്റ്, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞു ALE, അതാ ALE EA ബാർ, ഈ 2 സാധനങ്ങളാണ് നിങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ALE എന്ന് പറയുന്നത് എന്താ, അഡ്രസ് ലാച്ച് എനേബിൾ. അഡ്രസ് ലാച്ച് എനേബിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം 8051ന്റെ അകത്തുള്ള അഡ്രസ് 16 ബിറ്റ് ആണ്, ഡാറ്റ 8 ബിറ്റ് ആണ് അല്ലെ. സോ 16 ബിറ്റ് അഡ്രസ്സും 8 ബിറ്റ് ഡാറ്റയും കൂടെ ചേരുമ്പോൾ 24 ബിറ്റ് വരും. ഈ 24 ബിറ്റിനെ കടത്തിവിടാൻ നമ്മൾ 24 പിൻസ് 8051ൽ യൂസ് ചെയ്യുന്നത് മണ്ടത്തരാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 16 പിൻസ് മാത്രം യൂസ് ചെയ്യും. ആ 16 പിൻസിൽ തന്നെ അഡ്രസ്സും കടത്തിവിടും, ആ 16 പിന്നിലെ 8 പിന്നില് ഡാറ്റയും കടത്തിവിടും. സോ ഒരു 8 പിന്നില് അഡ്രസ്സും ഡാറ്റയും കൂടെ മൾട്ടിപ്ലക്സ് ചെയ്ത് കടത്തിവിടേണ്ടതായിട്ട് വരും. നമുക്ക് സപ്പോസ് 8051ന് എക്സ്റ്റേണൽ മെമ്മറിന്റെ അകത്തുനിന്ന് ഒരു ഡാറ്റ വേണം. അപ്പൊ എന്തായിരിക്കും പ്രോസസ്സ്? ആദ്യം ആ എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ് 8051 പുറത്തോട്ട് വിടും. അഡ്രസ് എത്രയാ, 16 ബിറ്റ്. അപ്പൊ ഒരു 16 ബിറ്റ് 8051ന്റെ പുറത്തോട്ട് വരും. 8051ന്റെ 2 പോർട്ടുകൾ, ഏതൊക്കെയാണോ പോർട്ടുകൾ വരുന്നത്, പോർട്ട് 0യും പോർട്ട് 2യും വഴി പുറത്തോട്ട് വരും. അത് നോക്കിക്കേ നിങ്ങൾ, ഇതാണ് നമ്മുടെ 8051ന്റെ പിൻ ഔട്ട് ഡയഗ്രാം. ഈ പിൻ ഔട്ട് ഡയഗ്രത്തിൽ പോർട്ട് 2ന്റെ 8 പിൻസ് ആണ് ഇത്, പോർട്ട് 0ന്റെ 8 പിൻസ് ആണ് ഇത്. അപ്പൊ മൊത്തം 16 ബിറ്റ്സ് ആയി. സോ നിങ്ങൾക്ക് ഒരു 16 ബിറ്റ് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കണം. എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ് 16 ബിറ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ 16 ബിറ്റ് അഡ്രസ് പോർട്ട് 2ലും പോർട്ട് 0ലും കൊടുക്കുന്നു. 16 ബിറ്റ് അഡ്രസ്സിൽ ഹയർ 8 ബിറ്റ് അഡ്രസ് പോർട്ട് 2ലും ലോവർ 8 ബിറ്റ് അഡ്രസ് പോർട്ട് 0ലും കൊടുക്കുന്നു. സോ എന്ത് സംഭവിക്കുന്നു, 16 ബിറ്റ് അഡ്രസ് പുറത്തോട്ട് പോയി. അപ്പൊ എക്സ്റ്റേണൽ മെമ്മറിക്ക് ആ 16 ബിറ്റ് അഡ്രസ് കിട്ടും. അപ്പൊ എക്സ്റ്റേണൽ മെമ്മറി എന്ത് ചെയ്യും, ആ അഡ്രസ്സിലുള്ള ഡാറ്റ തിരിച്ചു കൊടുക്കും. അപ്പൊ ആ ഡാറ്റ ഏതിലാ കയറി വരിക, ഡാറ്റ 8 ബിറ്റേ ഉള്ളൂ. ആ ഡാറ്റ ഏതിൽ കയറി വരും, ഈ പോർട്ടിൽ കയറി വരും, 8 ബിറ്റിൽ കയറി വരും. സോ ഈ പോർട്ടിൽ കയറി വരുന്നത് അഡ്രസ് ആണോ ഡാറ്റയാണോ എന്ന് എങ്ങനെ മനസ്സിലാവും? കാരണം ഈ പോർട്ടില് അഡ്രസ്സും പോകുന്നുണ്ട്, ഡാറ്റയും പോകുന്നുണ്ട്. സോ അതിനെ പ്രത്യേകം വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ് ALE, അഡ്രസ് ലാച്ച് എനേബിൾ. സോ അതിൽ കൂടെ ALE എന്ന് പറയുന്ന 1 ആണെങ്കിൽ അഡ്രസ് ആണ് ആ ബസ്സിലുള്ളത് എന്നർത്ഥം. ALE 0 ആണെങ്കിൽ അതിൽ ഡാറ്റയാണ് എന്നർത്ഥം. സോ നമ്മൾ പറഞ്ഞു വരുന്നത് അത്രേ ഉള്ളൂ, ഒരേ പിന്നിൽ കൂടെ അഡ്രസ്സും പോകുന്നുണ്ട്, ഡാറ്റയും പോകുന്നുണ്ട്. പക്ഷേ അഡ്രസ്സ് പോയി കഴിഞ്ഞിട്ടാണ് ഡാറ്റ പോകുന്നത്. ഒരുമിച്ച് അഡ്രസ്സും ഡാറ്റയും പോകില്ല. ആദ്യം അഡ്രസ്സ് കൊടുക്കുന്നു, അപ്പോൾ ഡാറ്റ വരുന്നു. അഡ്രസ്സ് കൊടുത്താലേ ഡാറ്റ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ആ പിൻസിലുള്ളത് അഡ്രസ് ആണോ ഡാറ്റയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ALE പോയി നോക്കണം. ALE എന്ന് പറയുന്ന ബിറ്റ് 1 ആണെങ്കിൽ അതിലുള്ളത് അഡ്രസ് ആണ്, ALE എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിലുള്ളത് ഡാറ്റയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ALE എന്ന് പറയുന്നത് പിന്നെ ഇമ്പോർട്ടന്റ് ആവുന്നത്. അതേപോലെ തന്നെ
എക്സ്റ്റേണൽ ആക്സസ്. ഇത് ആക്റ്റീവ് ലോ ലോജിക് ആണ്. എക്സ്റ്റേണൽ ആക്സസ് ബാർ ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇന്റേണൽ റോമിനെ യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. അതായത് നമുക്കറിയാം 8051 മൈക്രോ കൺട്രോളറിന് ഇന്റേണൽ റോമും ഉണ്ട്, എക്സ്റ്റേണൽ റോമും ഉണ്ട്. ഇന്റേണൽ റോം എന്ന് പറയുന്നത് 4 KB, എക്സ്റ്റേണൽ റോം എന്ന് പറയുന്നത് 64 KB നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റോം എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാം ഇപ്പൊ 8051 മൈക്രോ കൺട്രോളറിലെ 4 KB മെമ്മറി മതി, നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്റേണൽ മെമ്മറി മാത്രം യൂസ് ചെയ്യാം. ചിലപ്പം അത്യാഗ്രഹികളായിരിക്കും ഈ മൈക്രോ കൺട്രോളർ വാങ്ങിക്കൊണ്ടുവന്ന്, അവൻ ഇത് മതിയാവൂല, കൂട്ടത്തിൽ പുതിയൊരു മെമ്മറിയും കൂടെ വേണം. അപ്പോൾ ഈ മെമ്മറിയും ആ മെമ്മറിയും എക്സ്റ്റേണൽ മെമ്മറിയും ഇന്റേണൽ മെമ്മറിയും ചേർത്ത് വെച്ചിട്ട് അവന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി മാത്രം അവന് യൂസ് ചെയ്യാം, ഇന്റേണൽ മെമ്മറി വേണ്ട, എനിക്ക് എക്സ്റ്റേണൽ മെമ്മറി മാത്രം മതി, ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമാണ് റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ പ്രോഗ്രാമിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ കറന്റ്ലി ഉള്ള പ്രോഗ്രാമും അവിടെ വേണം, അപ്ഡേറ്റ് ഫയൽസും അവിടെ വേണം. സോ കറന്റ്ലി ഉള്ള പ്രോഗ്രാം നമ്മൾ ഇന്റേണൽ റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചു, അപ്ഡേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എടുക്കണം. സോ ഇന്റേണൽ മെമ്മറിയിലും എക്സ്റ്റേണൽ മെമ്മറിയിലും രണ്ടിലും ചേർന്നിട്ടാണ് എന്തുള്ളത്? പ്രോഗ്രാംസ് ഉള്ളത്. ഇനി രണ്ടാമത്തെ സെനറിയോ, നമുക്ക് ഇന്റേണൽ റോമിലുള്ള പ്രോഗ്രാം വേണ്ട, നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രോഗ്രാം അടിച്ച് കയറ്റാൻ പോവാണ്. സോ നമ്മൾ കംപ്ലീറ്റ് പ്രോഗ്രാമും എക്സ്റ്റേണൽ റോമിൽ സ്റ്റോർ ചെയ്യും, ഇന്റേണൽ റോമിനെ നമ്മൾ തൊടുക പോലുമില്ല. അപ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാം എവിടെ നിന്ന് എടുക്കും? എക്സ്റ്റേണൽ റോമിൽ നിന്ന് എടുക്കും. സോ ഇങ്ങനെ എക്സ്റ്റേണൽ റോമിൽ നിന്ന് എടുക്കണോ ഇന്റേണൽ റോമിനെ ഒഴിവാക്കണോ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണെന്ത്? എക്സ്റ്റേണൽ ആക്സസ്. എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്റ്റേണലിനെ ആക്സസ് ചെയ്യണോ വേണ്ടയോ, എക്സ്റ്റേണൽ റോമിനെ ആക്സസ് ചെയ്യണോ വേണ്ടയോ. അപ്പോ EA⁻0 ആണെങ്കിൽ ഇന്റേണൽ റോമിനെ ഒഴിവാക്കും, EA⁻1 ആണെങ്കിൽ ഇന്റേണൽ റോമിന് ശേഷം എക്സ്റ്റേണൽ റോം യൂസ് ചെയ്യും. ഇന്റേണൽ റോമിനെ ഒഴിവാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റോമിനെ സെലക്ട് ചെയ്യും, എക്സ്റ്റേണൽ റോം സെലക്ടഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫങ്ഷനാലിറ്റി ഓഫ് EA⁻. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു പ്രശ്നം വരാനുള്ളത്, ഇപ്പൊ ഈ പിൻസ് പറയുന്ന സമയത്ത് ഇപ്പം ALE പറഞ്ഞു, EA⁻ പറഞ്ഞു, 1ൽ അഡ്രസ് ആണ്, 0ല് ഡാറ്റയാണ്, അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആക്സസ് ബാർ 0 ആണെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി, 1 ആണെങ്കിൽ ഇന്റേണൽ മെമ്മറി, ഇതെങ്ങനെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും? ബൈ ഹാർട്ട് ചെയ്യരുത്. എടോ ഇതിന്റെ ഫുൾ ഫോം നോക്കാം, അഡ്രസ് ലാച്ച് എനേബിൾ. ഓക്കെ, ഇത് അഡ്രസ് ലാച്ച് എനേബിൾ ബാർ ഇല്ലല്ലോ, ALE ബാർ ഇല്ലല്ലോ, ഇല്ല, അഡ്രസ് ലാച്ച് എനേബിൾ. അപ്പോ ഇതിന്റെ വാല്യൂ 1 ആണെങ്കിൽ ആലോചിച്ച് നോക്കിയ, അഡ്രസ് ലാച്ച് എനേബിൾ ഈസ് 1 മീൻസ് അഡ്രസ് ലാച്ച് ഈസ് എനേബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന എന്താണ്? അഡ്രസ് ആണ്, അല്ലെങ്കിൽ ഡാറ്റയാണ്. ഓക്കെ, പേരിലാണല്ല. നെക്സ്റ്റ് എക്സ്റ്റേണൽ ആക്സസ് ബാർ ആണ്, ആക്റ്റീവ് ലോ ആണ്. എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവനെ ആക്സസ് ചെയ്യാം. സോ ഇത് 0 ആവുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് അല്ലെ, എക്സ്റ്റേണൽ ലോ സിഗ്നൽ ആണ്. അപ്പൊ 0 ആവുന്ന സമയത്ത് എക്സ്റ്റേണൽ ആക്സസ് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റോം യൂസ് ചെയ്യും. 1 ആണെങ്കിൽ എക്സ്റ്റേണൽ റോം യൂസ് ചെയ്യണ്ട, ഇന്റേണൽ റോം യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ബിറ്റ് വാല്യൂ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നത്. സോ ALEയുടെ ഫംഗ്ഷനാലിറ്റി, EA⁻ ഫംഗ്ഷനാലിറ്റി ഞാൻ വളരെ ബ്രീഫ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത്രയും ഡെപ്തിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷനാണ്. സോ ഇവിടെ നമ്മൾ ആൻസേഴ്സ് കൂടുതലായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ ഈ മൊഡ്യൂൾസ് പഠിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ ആദ്യമേ പറയാം. കാരണം നമുക്ക് ഓൾറെഡി ഒരു ത്രെഷോൾഡ്, തിയറി ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ത്രെഷോൾഡ് നിങ്ങൾക്ക് ഉണ്ട്. ആ ഒരു ബേസിലാണ് ഞാൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് ആ മൊഡ്യൂളിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ വേണം, എന്നാലേ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം, ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ആ മൊഡ്യൂൾ ഫസ്റ്റിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ടാണ് ഇത് കാണേണ്ടത്. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് പഠിച്ചു പോയിട്ട് ഈ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാൻ നിൽക്കരുത്. കാരണം
സ്റ്റഫ് നമ്മൾ മനസ്സിലാക്കാതെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പൊ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഞാൻ ബ്രീഫ് ആയിട്ട് ഒരു ത്രെഷോൾഡിൽ നിന്നുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. ഈ മൊഡ്യൂൾ നന്നായിട്ട് അറിയുന്നാക്കി ഇത് കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നല്ലൊരു റിവിഷൻ അല്ലെങ്കിൽ ഒരു ബ്രഷപ്പ് പോലെ നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാവും. അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും ഫോളോ ചെയ്യാൻ. ഓക്കെ, എനിവേസ് നിങ്ങൾ മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഷുവർ ഷോട്ട് നോക്കുക കേട്ടോ. കാരണം ഷുവർ ഷോട്ട് എന്ന് പറയുന്നതല്ല നമ്മുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ. ഷുവർ ഷോട്ട് മാത്രം പഠിച്ചു പോയിട്ട് എക്സാം എഴുതാൻ നിൽക്കരുത്, മൊഡ്യൂൾ മനസ്സിലാക്കിയിട്ട് വേണം ഷുവർ ഷോട്ട് കാണാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈ ALEയും EA ബാറും അതൊരു എക്സെപ്ഷണൽ പിൻസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷനാലിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, പോർട്ട് 3യുടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റി. അതിവിടെ ഇടുന്നുണ്ട്. പോർട്ട് 3യുടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ഏതൊക്കെയാ? ഇതാ ആദ്യത്തത് RXT TXT, പിന്നെ INT0 ബാർ INT1 ബാർ, പിന്നെ T0 T1, പിന്നെ റീഡ് ബാർ റൈറ്റ് ബാർ. ഇതാണ് ഫംഗ്ഷനാലിറ്റി. ഇതെന്താണ് RXT TXT? സീരിയൽ ട്രാൻസ്മിഷൻ. സീരിയൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ് ബൈ ബിറ്റ് ഉള്ള ട്രാൻസ്മിഷൻ. ഇപ്പൊ സീരിയൽ ട്രാൻസ്മിഷന്റെ അകത്ത് ഡാറ്റ റിസീവ് ചെയ്യുന്നത് ഈ പോർട്ട് വഴിയാണ്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ പോർട്ട് വഴിയാണ്. സീരിയലും പാരലലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് 8 ബിറ്റ് ഡാറ്റ ടെപ്പേ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. 8 ബിറ്റ് ഡാറ്റ ടെപ്പേ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, പോർട്ട് 1 എടുക്കുക. പോർട്ട് 1 ഈ 8 പിൻസിൽ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള 8 ബിറ്റ് ഡാറ്റ കൊടുക്കുക. ടെപ്പേ എന്ന് പറഞ്ഞിട്ട് 8 ബിറ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയും. നിങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഈ 8 ബിറ്റ് ഡാറ്റ പതുക്കെ ചെയ്താൽ മതി. ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിനുശേഷം അടുത്ത ബിറ്റ്, അതിനുശേഷം അടുത്ത ബിറ്റ്, ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. ആ ലൈനിൽ നിങ്ങൾ 8 ബിറ്റ് ഡാറ്റ പോകും. എങ്ങനെ? ടപ്പേ എന്ന് പറഞ്ഞിട്ട് പോവില്ല. ഒരു ബിറ്റ്, അതിനുശേഷം അടുത്ത ബിറ്റ്, അതിനുശേഷം അടുത്ത ബിറ്റ്, അതിനുശേഷം അടുത്ത ബിറ്റ്, അങ്ങനെ 8 ബിറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അസംബ്ലിയിൽ കുട്ടികൾ പോകുന്നവർ പോകും. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സീരിയൽ പോർട്ടുകൾ. 8051 സീരിയൽ പോർട്ടുകളാണ് P3.0 P3.1. അഡീഷണൽ ആയിട്ട് പോർട്ട് 3യുടെ അഡീഷണൽ ഫംഗ്ഷൻ ആണ് ഇത്. പോർട്ട് 3 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനെ സീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പോർട്ട് 3 ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 8 ബിറ്റ് ഡാറ്റ ഒരുമിച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പോർട്ട് 3 ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, ഓൾട്ടർനേറ്റ് ഫംഗ്ഷനിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പിൻ എന്തായിട്ട് യൂസ് ചെയ്യാം, സീരിയൽ പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ RXT എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാം. RXT എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാം. 8 ബിറ്റുകൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് റിസീവ് ചെയ്യാം. TXT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. 8 ബിറ്റുകൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് RXT ആൻഡ് TXT. കണ്ടോ, റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റ് സീരിയൽ ഡാറ്റ ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ INT0 INT1 ഇത് നമ്മൾ പറഞ്ഞു. ഇന്ററപ്റ്റുകൾ 8051 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകളാണുള്ളത്. എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസ് കണക്ട് ചെയ്തു. അതിപ്പോ ഒരു ഹീറ്റ് സെൻസർ ആണെന്ന് വിചാരിക്കാം. ഈ ഹീറ്റ് സെൻസർ ഓവർ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 8051 അടുത്ത് പറയണം. അതിനു വേണ്ടിയിട്ട് ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് പിന്നിലേക്ക് ഈ ഹീറ്റ് സെൻസറിന് എന്ത് ചെയ്യാം, സിഗ്നൽ വിടാം. അപ്പോ അതിന് മനസ്സിലാവും എന്ത്, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട്, എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, 2 ഹീറ്റ് സെൻസർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. രണ്ടും എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് സെൻഡ് ചെയ്യാനുള്ള പിൻസ് ആണ് INT0 ബാർ INT1 ബാർ. പിന്നെ T0 T1 INT0 ഇവിടെ ഇത് കഴിഞ്ഞു. T0 T1 എന്താ, ടൈമേഴ്സ് ആണ്. അപ്പൊ 8051 അകത്ത് ടൈമേഴ്സ് ഉണ്ട്. ആ ടൈമേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഡിലേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ആ ഡിലേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൗണ്ട് ചെയ്തിട്ടാണ് ഡിലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ കൗണ്ടിങ് സീക്വൻസ് എത്ര സ്പീഡിൽ കൗണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ ടൈമേഴ്സിന് കൊടുക്കുന്ന ക്ലോക്സ് ആണ്. ആ ക്ലോക്ക് സിഗ്നൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി കൊടുക്കാം. ഇന്റേണലി ഓൾറെഡി ക്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് പോരാ, വേറെ ഒരു ടൈം ഫ്രെയിമിലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണലി ക്ലോക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള പിൻസ് ആണ് T0 T1. റീഡ് ബാർ റൈറ്റ് ബാർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റാമിന്റെ റീഡ് റൈറ്റ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിൻസ് ആണ്. സോ ദീസ് ആർ ദ അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ഓഫ് പോർട്ട് 3. ഓക്കെ, സോ പിൻ ഔട്ട് ഡയഗ്രത്തിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം പോർട്ട് 3യുടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ പോർട്ട് 3നെ മാത്രമേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 4-5 പിന്നുകൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദീസ് പിൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇത് ALEയും EA ബാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ കുറച്ചും കൂടെ ചാൻസ് കുറഞ്ഞ ഏരിയ ആണിത്. അതായത് വളരെ ബേസിക് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും, അതായത് ഒരു ക്വസ്റ്റ്യനും കിട്ടുന്നില്ല ഇടാനെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിഫൈൻ അഡ്രസ് ബസ് ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഞാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടില്ല, കാരണം അതിൻ്റെ അകത്ത് ചോദിക്കാൻ ഇഷ്ടംപോലെ കൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അഡ്രസ് ബസ് എന്താണ്, ഡാറ്റാ ബസ് എന്താണ്, കൺട്രോൾ ബസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, CPU RAM ROM വരച്ചു വെക്കുക. അതിൻ്റെ അകത്ത് അഡ്രസ്സ് പോകുന്നു, ഡാറ്റ വരുന്നു. ഇനി
അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മെമ്മറിന്റെ അകത്തുനിന്ന് ഡാറ്റ എടുക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് മെമ്മറിന്റെ അകത്തുനിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ ഡാറ്റ താഴ്ന്ന് മെമ്മറിനോട് പറഞ്ഞാൽ മെമ്മറി ചോദിക്കും ഏത് അഡ്രസ്സിലുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം പ്രോസസ്സർ എന്ത് ചെയ്യണം? അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് കൊടുത്തിട്ട് മെമ്മറിനോട് പറയണം ഡാറ്റ താഴ്ന്നു. ഇനി പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്മറിയിലോട്ട് ഡാറ്റ ചിലപ്പോൾ റൈറ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ആ മെമ്മറിന്റെ അകത്ത് ഡാറ്റ എടുക്കാനായിരിക്കും. സോ പ്രോസസ്സർ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അഡ്രസ്സും കൊടുക്കണം, ഡാറ്റ റീഡ് ചെയ്യാണോ ഡാറ്റ റൈറ്റ് ചെയ്യാണോ എന്നുള്ളതും പറയണം. സോ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ബസ്, റീഡ് ചെയ്യാണോ റൈറ്റ് ചെയ്യാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ബസ്, ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ബസ്. റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റൈറ്റ് സൈക്കിളിൽ നടക്കാൻ പോകുന്നത്? ആദ്യം മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യണം? അതിന്റെ മൈക്രോ കൺട്രോളറിനകത്തുള്ള CPU ഒരു അഡ്രസ് അങ്ങ് കൊടുക്കണം. ഈ അഡ്രസ്സിലാണ് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം റൈറ്റ് സിഗ്നൽ ഓൺ ചെയ്യണം. അതിനുശേഷം ഡാറ്റ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഡാറ്റ റൈറ്റ് ആവും. റീഡ് സൈക്കിളിലും ഇതേപോലെ തന്നെ. അപ്പോൾ ആ ഓപ്പറേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് അഡ്രസ് ബസ് 16 ബിറ്റ് ആണ്, ഡാറ്റ ബസ് 8 ബിറ്റ് ആണ് എന്ന് പറഞ്ഞു പോകണം. പിന്നെ റൈറ്റ് സൈക്കിളിലും റീഡ് സൈക്കിളിലും ഉള്ള ഓപ്പറേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത് സ്റ്റെപ്പ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കാര്യം ക്ലിയർ ആവും. സോ ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക, അത് അപ്ലൈ ചെയ്യാം. ഇപ്പൊ റീഡ് റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻ 805 റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ആൻസർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ദ ലാസ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് സ്റ്റാക്ക് മെമ്മറി. സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാക്ക് പക്ഷേ ചെറുതാണെങ്കിലും ആള് ഭയങ്കര പവർഫുൾ ആണ്. സ്റ്റാക്കിനെ പറ്റി വേറൊരു മൊഡ്യൂളിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ തന്നെ ചോദിക്കുള്ളൂ. സോ സ്റ്റാക്ക് എന്താന്നുള്ളത് ആദ്യം പറയാം. സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിൽ ഫിൽ ആവുന്ന മെമ്മറിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ ആദ്യം എഴുതുക. പിന്നെ അതിന്റെ സ്റ്റാക്കിന്റെ ഓപ്പറേഷൻ എപ്പോഴും തീരുമാനിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റാക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജസ്, ടെക്സ്റ്റ് മെസ്സേജുകൾ കൂട്ടിക്കോ. ടെക്സ്റ്റ് മെസ്സേജിൽ ഏറ്റവും ലാസ്റ്റ് വന്ന മെസ്സേജ് ആണ് ഏറ്റവും ഫസ്റ്റ് കയറി കിടക്കുക. അപ്പൊ നിങ്ങളുടെ ഫോണിലെ മെസ്സേജുകളൊക്കെ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആയി ഇരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ പുതിയൊരു മെസ്സേജ് വരുന്നു. അപ്പൊ ഈ പുതിയ മെസ്സേജ് വരുന്ന സമയത്ത് അത് ഏറ്റവും മുകളിലത്തെ മെമ്മറി ലൊക്കേഷനിൽ കയറി കിടക്കണം. അങ്ങനെ കയറി കിടക്കണമെങ്കിൽ ഏറ്റവും മുകളിലത്തെ മെമ്മറി ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത് ആദ്യം ആ മെസ്സേജിന് മനസ്സിലാവണം. അപ്പോ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ലൊക്കേഷൻ ഏതാണ് എന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയാം. സ്റ്റാക്ക് മെമ്മറിയുടെ ഏറ്റവും ടോപ്പ് ലൊക്കേഷൻ ഇന്നതാണ് എന്ന് കാണിക്കുന്ന രജിസ്റ്റർ ആണ് സ്റ്റാക്ക് പോയിന്റർ. അപ്പോൾ ആ ഒരു സ്റ്റാക്ക് പോയിന്റർ 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിൻ്റെ അകത്ത് ഒരു അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആ അഡ്രസ് ആണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, ഇനി നിങ്ങൾ പുതിയൊരു ഡാറ്റ സ്റ്റാക്കിലേക്ക് റൈറ്റ് ചെയ്യാം. സ്റ്റാക്കിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ 2 ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിനുള്ളത്, പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. നിങ്ങൾക്ക് സ്റ്റാക്കിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുഷ്, സ്റ്റാക്കിന്റെ അകത്ത് ഡാറ്റ എടുക്കണമെങ്കിൽ യു ഹാവ് ടു പോപ്പ്. ഓക്കെ, സോ പുഷും പോപ്പും ആണ് പ്രധാനമായിട്ട് സ്റ്റാക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. സോ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു അഡ്രസ് ഉണ്ടാവും. അതാണ് എവിടെയാണ് ലാസ്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കാണാം. അതായത് ലാസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്ന ലൊക്കേഷൻ ഇതാണ് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് കാണിച്ചിരിക്കുന്ന ഒരു പോയിന്റർ ആണ് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ. അപ്പൊ നമുക്ക് പുതിയ മെസ്സേജ് വരുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നടക്കുക? നിങ്ങൾ കോമൺ സെൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് സപ്പോസ് സ്റ്റാക്ക് പോയിന്ററിന്റെ അകത്ത് ഇങ്ങനെ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, 07 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 07 ഏറ്റവും ലാസ്റ്റ് വന്ന മെസ്സേജ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയൊരു മെസ്സേജ് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യണം, പുഷ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനിലായിരിക്കും ആ മെസ്സേജ് റൈറ്റ് ചെയ്യുക? ഒബ്വിയസ്ലി നിങ്ങൾ ഇതിന്റെ മുകളിലത്തെ ലൊക്കേഷനിലായിരിക്കും അല്ലെ. ഈ ലൊക്കേഷനിൽ ഓൾറെഡി ലേറ്റസ്റ്റ് മെസ്സേജ് ഉണ്ട്. സോ ഇതിന്റെ മുകളിലത്തെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ SP ഒന്ന് ഇൻക്രിമെന്റ് ആവണം അല്ലെ, 0708 ആയിട്ട് മാറണം. അപ്പോ റൈറ്റ് ഓപ്പറേഷന് മുമ്പ് സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ആവണം. ഇൻക്രിമെന്റ് ആയതിനു ശേഷം മാത്രമേ റൈറ്റ് ചെയ്യാവൂ. അപ്പോൾ എന്ത് സംഭവിക്കും? പുതിയ മെസ്സേജ് ഈ ലൊക്കേഷനിൽ വന്ന് കിടക്കും, അല്ലെങ്കിൽ ഈ മെസ്സേജ് മാഞ്ഞു പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പുഷ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് പുഷ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റാക്ക് പോയിന്റർ ഒന്ന് ഇൻക്രിമെന്റ് ആവണം. സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതാണ് പോപ്പ്.
പോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സ്റ്റാക്ക് ഡിക്രിമെന്റ് ആവണമെന്നായിരിക്കും. ചെയ്യണോ? വേണ്ട. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മെസ്സേജ് ആണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് മെസ്സേജ് ഓൾറെഡി ടോപ്പിലല്ലേ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റാക്ക് പോയിന്ററിന് ഒന്നും ചെയ്യാതെ തന്നെ സ്റ്റാക്ക് പോയിന്റർ കാണിച്ചിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് മെസ്സേജ്. സോ നിങ്ങൾക്ക് ഡയറക്ട്ലി ലേറ്റസ്റ്റ് മെസ്സേജ് അയക്കാം. പക്ഷേ രണ്ടാമത്തെ റീഡ് ഓപ്പറേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ലേറ്റസ്റ്റ് മെസ്സേജ് വായിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ മെസ്സേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാക്ക് ഒന്ന് ഡിക്രിമെന്റ് ആവണം. സോ പോപ്പ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം പോപ്പ് ഓപ്പറേഷൻ, അതിനുശേഷം സ്റ്റാക്ക് ഡിക്രിമെന്റ് ആവണം. പുഷ് ഓപ്പറേഷനോ? പുഷ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം സ്റ്റാക്ക് ഇൻക്രിമെന്റ് ആവണം, ദെൻ പുഷ്. പോപ്പ് ഓപ്പറേഷൻ ആണെങ്കിൽ ആദ്യം ഡാറ്റ റീഡ് ചെയ്യണം, ദെൻ ഡിക്രിമെന്റ് സ്റ്റാക്ക്. ഇതാണ് വ്യത്യാസം. സോ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ. ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ ഇൻ സ്റ്റാക്ക്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമ്മൾ ഇപ്പം 8051 ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ അകത്തെ PSW-നും അതിന്റെ മെമ്മറി ഓർഗനൈസേഷനും ഇന്റേണൽ ആർക്കിടെക്ചറിനൊക്കെ തന്നെയാണ്. സോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ സ്റ്റാക്കിനുള്ളത്. പക്ഷെ സ്റ്റാക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പവർഫുൾ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ഷുവർ ഷോർട്ട് സീരീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയാസിന്റെ അകത്ത് നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ മൊഡ്യൂളിന്റെ അകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന്റെ അകത്തുനിന്ന് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. എന്ന് വിചാരിച്ച് ഇതിൽ പറയാത്ത സാധനങ്ങൾ വിട്ടുപോയി അത് ചോദിച്ചു കഴിഞ്ഞ് അയ്യോ ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് പഠിച്ചില്ല, അങ്ങനെ പറയരുത്. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഏത് സെക്ഷനിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ നമ്മൾ ഇതൊരു എളുപ്പ വഴി പോലെ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, ഓക്കെ, ഷുവർ ഷോട്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. നമ്മൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. അതിൻ്റെ അകത്ത് ഏത് ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഫുൾ മാർക്ക് പിടിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുക. എന്ന് വിചാരിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യും, ആ ഷുവർ ഷോട്ട് ക്വസ്റ്റൻ ഇതിന്റെ അകത്ത് തിരിച്ചും മറിച്ചും വേറെ ചോദിക്കില്ല എന്ന് വിചാരിച്ച് ഫുൾ ഇത് പഠിച്ചു വെച്ചിട്ട് പോയാലും കുഴപ്പമില്ല. കാരണം ഇതിന്റെ അകത്തുനിന്ന് പുറത്തൊരു ക്വസ്റ്റൻ ചോദിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കൺസെപ്റ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷെ തിയറി മനസ്സിലാക്കാതെ ഇത് പഠിക്കാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് കുറച്ച് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കുറച്ച് ടേമുകൾ നമ്മൾ ഈ ഫണ്ടമെന്റൽസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള മൊഡ്യൂൾസുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ വരാറുണ്ട്. സോ എനിവേയ്സ് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്സ് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ്സ് ദ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഓഫ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 ഈസ് അബൌട്ട് ഫണ്ടമെന്റൽസ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊഡ്യൂളിന്റെ എല്ലാ മൊഡ്യൂൾസിന്റെയും നമ്മൾ സെഷൻ കംപ്ലീറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി അടുത്ത മൊഡ്യൂളിൽ വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഇതിന്റെ അഡ്രസ്സിംഗ് മോഡ് ഇൻസ്ട്രക്ഷൻ സെറ്റും ആണ്. അതായത് ഈ ഒരു ഫണ്ടമെന്റൽസ് അറിയെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സെക്കൻഡ് മൊഡ്യൂൾ ഫോളോ ചെയ്യാൻ. ഓക്കെ, സോ ഇത് വെച്ച് നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.